എങ്ങോട്ടാ? അപ്പുറത്തേക്കാ ടേണിംഗ് വരെ. ഡെന്റൽ കോളേജ്? യെസ്. ഓ ഡോക്ടർ? അല്ലല്ല, സ്റ്റുഡന്റ്. ഡോക്ടർ സ്റ്റുഡന്റ്. നൈസ്. സ്ഥിരം ലിഫ്റ്റ് അല്ലേ? അല്ലല്ല, ഇയാളെ അവിടെ സ്ഥിരം ലിഫ്റ്റ് വയ്ക്കുന്ന കാണാറുണ്ട്. മതി മതി മതി. ഇവിടെയോ? ഇതെവിടെ മതി? ഇവിടെന്താ കോളേജ് അവിടെ അല്ലേ? ഞാൻ അവിടെ വരണ്ട മാഷെ. അല്ല വേണ്ട, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. സോറി. വാച്ച്. വാച്ചോ? എന്തോ വാച്ച്? ഓ ഇവിടെ ഫ്രണ്ടോ? ഓക്കെ, ബൈ. Excuse me, what's your name? ശ്യാം ശങ്കർ. Okay, thank you, Shyam. It's okay. Shyam, welcome to our community. What? അപ്പാ ഓരോ വട്ടന്മാര്. ഊർജന്റെ എത്തിയോ? പിന്നെ സിജോ അകത്തുണ്ട്. ഒന്ന് മുട്ടിയിട്ട് കയറ്, അല്ലെങ്കിൽ വല്ലതും കണ്ട് പേടിക്കും. നീ എങ്ങോട്ടാ? കുറച്ച് സെറോക്സ് എടുക്കണോടാ. പരീക്ഷയാണെന്ന് വല്ല വിചാരം പരീക്ഷയാണോ? അതിനായിരിക്കും ഫോട്ടോ സ്റ്റാറ്റ്. ഒന്നിങ്ങ് വന്നേ. നീ പാട്ടും പാടി അവളെ ഉറക്കി നടന്നു. അവസാനം വായി തരുമ്പോ പഠിക്കടാ, കേട്ടോടാ. എന്തുവാടേ ഇത്? ഫുൾ ടൈം ഇത് തന്നെയാണല്ലോ. അടിച്ചു പോവട്ടാ. എന്ത് ലാപ്പോ? മൊത്തം നമ്മളൊക്കെ എന്തോ നളിയാ. ഓ, അറുമാദനം കഴിഞ്ഞ് വന്നിരിക്കുകയല്ലേ ഒരു മാന്യൻ വേണ്ടി. That's my life, dude. യെസ്, വെൽക്കം. വെൽക്കം? എന്ത് വെൽക്കം? ഹേയ്, തുണ്ടിനൊപ്പം ലോഡായതാടാ. ബാംഗ്ലൂരിൽ HIV സ്പ്രെഡിംഗ് ഗ്രൂപ്പ്സ് ഇൻ ഡിഫറെന്റ് വേസ് ഓഫ് ബ്ലഡ് മിക്സിംഗ്. ഷോ, 8ന്റെ പണിയാണളിയാ ഇത്. മോനെ, നീ സൂക്ഷിച്ചോട്ടാ. പോടാ, 5% ചാൻസേ ഉള്ളൂ ഇത് പടരാൻ. എന്നാലും ചാൻസ് ഉണ്ടല്ലോ. വാച്ചോ? എന്തോ വാച്ച്? ഓ എന്താടാ? എന്തു പറ്റി? എന്താടാ പറയേ. ഏയ് ഒന്നുമില്ലടാ. നിന്റെ മൂഡ് എങ്ങനെയാ? നമുക്കൊന്ന് നടന്നാലോ? ഓക്കെ. നീ റെഡിയാവും. ഞാൻ ഡോക്ടറെ കണ്ട് പെർമിഷൻ എടുത്തിട്ട് വരാം. ഓക്കെ, ശരി. ഗ്രേസി ടീച്ചറെ ക്ലാസ്സിലാ 5Bയില്. എന്താ? ആ ശരൻ്റെയും നജുമിൻ്റെയും പേരൻസ് വന്നിട്ടുണ്ട്. പോയി കിടക്കും. ആരാ സാറേ ഈ നജുമും ശരണും? ആ 5Bയിലെ നമ്മുടെ ആൽബിയുടെ ക്ലാസ്സില്. ആൽബിനായിരിക്കും വിഷയം. ഈ ഗ്രേസി ടീച്ചറിന് കാര്യം അറിയാഞ്ഞിട്ടാ. വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. മനുഷ്യ സ്നേഹം കാട്ടിയതാ. എന്താ സാറേ? 5Bയിലെ ആൽവിനില്ലേ, നമ്മുടെ HIV കാരൻ. അവനെ ആ ശരണിന്റെയും നജീമിന്റെയും കൂടെ പിടിച്ചിരുത്തി. അയ്യോ, അതാ പ്രശ്നം.
കാര്യം അവൻ നന്നായി പഠിക്കുന്ന കുട്ടി തന്നെയാ. എന്നാലും ഈ വക ദീനക്കാരനല്ലേ? ഒന്ന് നിർത്താമോ സാറേ? നിങ്ങൾ കൂടി ഇങ്ങനെ തുടങ്ങരുത്. കഴിഞ്ഞ 5 വർഷമായിട്ട് എത്ര പ്രാവശ്യം അവൻ ബ്ലഡ് ചെക്ക് ചെയ്ത് HIV നെഗറ്റീവ് ആണെന്ന് ഉറപ്പിച്ചതാ. എന്നിട്ടും ഇത് കുറച്ച് കഷ്ടമാണ് സാറേ. അതിന് സാറെന്തിനാ തിളയ്ക്കുന്നത്? ആൽബിൻ സാറിന്റെ മോനൊന്നും അല്ലല്ലോ. എൻ്റെ മോനൊന്നുമല്ല, പക്ഷെ അവൻ്റെ അതേ പ്രായത്തിൽ ഒരു മോൻ എനിക്കുമുണ്ട്. സാറിനുമില്ലേ ഒരു മോൻ? അതെ സാറേ, സർക്കാർ സ്കൂൾ ഒന്നടങ്ക അടച്ചുപൂട്ടൽ ഭീഷണിയില്ല. നമ്മുടെ സ്കൂൾ ഏതാണ്ട് ആ അവസ്ഥയിലൊക്കെ തന്നെയാ. 45 കുട്ടികളുണ്ടായിരുന്ന 5Bയിൽ ഇപ്പൊ കുട്ടികളുടെ എണ്ണം വെറും 27. അതിനൊറ്റ കാരണം ആൽബിന്റെ ദീനമാണ്. സത്യം അതൊന്നും അല്ല സാറേ. നമ്മൾ മാസാമാസം സർക്കാരിൽ നിന്ന് കൃത്യമായിട്ട് ശമ്പളം എണ്ണി വാങ്ങുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും നമ്മൾ കാണിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ കറക്റ്റായിട്ട് ക്ലാസ് എടുക്കാറുണ്ടോ? ഇല്ല. പോർഷൻ തീർക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. എന്താ? ശമ്പള പരിഷ്കാരത്തിന് വേണ്ടി 6 മാസം കൂടുമ്പോ പഠിപ്പ് മുടക്കി സമരം. ഇവിടെ ഇങ്ങനെ ക്ലാസ്സിൽ പോകാതെ ചായയും കുടിച്ചിരുന്ന് സാരിയുടെ കളറിനെ കുറിച്ചും ഞൊറിയുടെ എണ്ണത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നാലേ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം താഴോട്ട് പോകും. കുട്ടികൾ ഈ സ്കൂളിന്റെ 4 അയലത്തോട്ട് തിരിഞ്ഞു നോക്കൂല. സാറേ, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഷർട്ടിനും നിക്കറിനും ഉച്ചക്കഞ്ഞിക്കും വേണ്ടിയൊക്കെ കുട്ടികൾ സ്കൂളിൽ വരുന്ന കാലമൊക്കെ പോയി. ഇപ്പൊ വിദ്യാലയങ്ങൾ മത്സരിക്കുന്നത് തന്നെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയാ. ഇവിടെ ഇരുന്ന് ഏത് സമയവും ഇങ്ങനെ ചൊറിയും കുത്തി പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നാലേ സർക്കാർ സ്കൂളുകൾ പൂട്ടിപ്പോവും. അത്ഭുതപ്പെടാനില്ല. കഷ്ടം. Megha and her mother walked through the paddy field. The field lay in squares on both sides. HM ഓഫീസിലേക്ക് എല്ലാം പറഞ്ഞു. ശരി, നിങ്ങൾ ടെസ്റ്റ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കൂ. അതിനൊന്നും അല്ല നമ്മൾ പിള്ളേരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടണേ, മനസ്സിലായോ? സർ. ഗ്രേസി ടീച്ചറേ, ഇത് 5Bയിലെ ശരണിന്റെയും നജീമിന്റെയും പേരൻസാ. ഇന്നലെ ടീച്ചർ നമ്മുടെ ആൽബിനെ. സർ, അതിന് ആ കുട്ടിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ സർ. അത് സാറിനും അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ സാർ അവനെ മാത്രം? അസുഖം ഇല്ലെങ്കിലേ നിങ്ങൾ അവനെ പിടിച്ചങ്ങ് മടിയിലിരുത്തിക്കോ. എന്റെ കൊച്ചിന്റെ അടുത്ത് ഇരുത്താൻ പറ്റില്ല. ഞാൻ എന്റെ പിള്ളേരെ പഠിപ്പിക്കുന്നതേ വലിയ നിലയിൽ എത്തിക്കാനാ, അല്ലാതെ എയ്ഡ്സ് രോഗിയാക്കാനല്ല. സാർ ഒരു കാര്യം അറിയാവോ? ഇന്നലെ ഊണ് കഴിക്കാനും ആ ചക്കനെ എന്റെയും ഇവരുടെയും പിള്ളേരുടെ ഒപ്പം ഇരുത്തി ഈ ടീച്ചർ. അതിനെന്താ സാർ? അങ്ങനെ കൂടെ ഇരുന്നത് കൊണ്ടോ ഭക്ഷണം കഴിച്ചത് കൊണ്ടോ പകരുന്ന രോഗമൊന്നും അല്ല അവന്. പിന്നെ കൂടാതെ അവനൊരു ബ്രില്യന്റ് സ്റ്റുഡന്റ് കൂടിയാ. ഇനിയും നിങ്ങൾക്ക് സംശയമാണെങ്കിൽ അവൻ കൈയിട്ട് വാരിയ ചോറ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിച്ചു കാണിച്ചു തരാം. എന്നാലേ നിങ്ങൾ കഴിക്കണ്ട. അവൻ കൈയിട്ട് വരിക ചോറ് നിങ്ങളുടെ കൊച്ചിന്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്ക ടീച്ചറെ. എന്തേ സാറേ, ഇന്നലെ മുതൽ എന്റെ കൊച്ചിന് ചെറിയ ചുമ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ അവന്റെ രക്തം കൊണ്ട് ലാബിൽ പരിശോധിക്കാൻ കൊടുത്താ മരുന്ന്. നാറണ മീനിന്റെ മൊത്ത കച്ചവടക്കാരനാ ഞാൻ. എന്നെ വീണ്ടും വീണ്ടും നാറ്റിക്കരുത്, കേട്ടല്ലോ ടീച്ചറെ? നിങ്ങൾ വന്നണ്ട, ഞാൻ പോണം. നമ്മുടെ ടീച്ചർ കളിയും കൊണ്ട് വരണതേ. ടീച്ചറെ, നമുക്ക് പറയാനല്ലേ പറ്റൂ. മനസ്സിലായി സർ, ഞാൻ എന്റെ തെറ്റ് തിരുത്തിക്കോളാം. സോറി സർ. ശരി. ആൽബിൻ, മനസ്സിലായി ടീച്ചറെ. ഞാൻ ഇന്നലെ ടീച്ചറിനോട് പറഞ്ഞതല്ലേ. സ്പിക്ക് ആൻഡ് സ്പാനിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു 5000 രൂപ മുടക്കി ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കീഴിൽ നിങ്ങൾ 2 പേരെ ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് 2000 രൂപ കിട്ടും. ഈ 2 പേരിൽ വീണ്ടും 2 പേരെ ചേർത്ത്
അതെ 2-3 ദിവസമായിട്ട് ഞാൻ അവൻ അന്വേഷിച്ച് തന്നെ നടക്കുക. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. ഇവിടെ കാണുമല്ലോ ഇപ്പൊ എടാ അഭി ഇനി വന്നേ. രാജീവേട്ടാ എന്താ അവിടെ നിൽക്കുന്നേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്ത് പണിയാടാ കാണിച്ചേ? 2 ദിവസമായിട്ട് നീ എന്താ പത്തടാൻ വരാത്തെ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അതെ, ഞാൻ രാജീവേട്ടനോട് പറയാൻ വിട്ടോയി. എന്ത്? ചേട്ടന് ഉദാഹരണത്തിന് ഒരു 15,000 രൂപ ശമ്പളം ഉണ്ടെന്ന് വെച്ചോ. ഈ ശമ്പളം കൊണ്ട് ഈ കാലത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ ഇതിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം എങ്ങനെ പോയാലും 1 ലക്ഷം രൂപ ഉറപ്പായിട്ടും കിട്ടും. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ ഇത് ചേർന്നതിന് ശേഷം എന്റെ പൊന്നു ചേട്ടന്മാരെ ഞാൻ സ്കോഡ കാറ് വാങ്ങിച്ചു. ചേട്ടാ, നിങ്ങൾക്കും കാറ് മേടിക്കണ്ടേ? ഓ, ഫോണൊക്കെ ചെയ്തോണ്ടിരിക്കാതെ ഞാൻ പറഞ്ഞതൊന്നും കേക്ക്. മോളെ, നമുക്ക് സ്കൂളിൽ പോവാം. പോയിട്ട് വരട്ടെ. ചിന്നമോളെ, വേഗം വാ മോളെ, വാ. അങ്ങനെ പോവാം.